ഹേ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സുഹൃത്തുക്കളെ. അപ്പോൾ നമ്മളൊരു ചലഞ്ച് ചെയ്യാനായിട്ട് പോവുകയാണ്. ബ്ലൈൻഡ് ഡെഫ് മ്യൂട്ട് കുക്കിംഗ് ചലഞ്ച്. അതായത് ഒരാൾ ബ്ലൈൻഡ് ആയിരിക്കും, ഒരാൾ മ്യൂട്ടായിരിക്കും, സംസാരിക്കാൻ പറ്റില്ല, ഒരാൾക്ക് ചെവിയും കേൾക്കാനായിട്ട് സാധിക്കത്തില്ല. ബ്ലൈൻഡ് ആയിട്ടുള്ള ആൾക്കാർ വേണം കുക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതെന്തായാലും ഒരു ഫൺ ചലഞ്ചായിരിക്കും സുഹൃത്തുക്കളെ. അപ്പം കുക്ക് ചെയ്യുന്ന ആൾക്കാർക്കായിരിക്കും കുറച്ചുകൂടെ ടാസ്ക് വരാൻ പോണത്. കാരണം ഒന്നാമത്തെ സംഭവം കണ്ണ് കാണില്ല. മനസ്സിലായോ? മനസ്സിലായല്ലോ അല്ലേ? അച്ഛ ഓ അതെന്നെ എന്തോ ആക്കിയ പോലെ. ഞാൻ കേൾക്കാത്ത ആള് ഞാനാണ്. അച്ഛൻ മ്യൂട്ടായിരിക്കും. അച്ഛൻ മ്യൂട്ട്, ഞാൻ ഡെഫ്, അനു ബ്ലൈൻഡ്. അപ്പോൾ അനു ആണ് കുക്ക് ചെയ്യേണ്ടത്. പിന്നെ വേറൊരു സംഭവം എന്ന് വെച്ചാൽ മ്യൂട്ടായിട്ടുള്ള ആളിനായിരിക്കും കുക്ക് ചെയ്യാൻ അറിയാവുന്നത്. അതായത് റെസിപ്പി ഉള്ളത് അച്ഛൻ്റെ കയ്യിലാണ്. അച്ഛനാണ് കുക്ക് ചെയ്യാൻ അറിയാവുന്ന ആള്. ഓക്കെ, കുക്ക് ചെയ്യാൻ അറിയാവുന്ന ആള് ചെവി കേൾക്കാത്ത എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുക. അച്ഛന് സംസാരിക്കാൻ പറ്റില്ല. ഞാൻ വേണം സംസാരിച്ച് അനുവിന് പറഞ്ഞു കൊടുത്തിട്ട് അവള് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം കറക്റ്റ് ആ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ ആയാലേ കുക്കിംഗ് നടക്കൂ. ഓക്കെ, അപ്പോൾ അതൊരു ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു സാധനമാണ്. അപ്പോൾ അനു ബ്ലൈൻഡ്, ഞാൻ ഡെഫ്, അച്ഛൻ മ്യൂട്ട്. എല്ലാവരും ഒരു ഹെൽപ്പ്. അച്ഛൻ അമ്മ മൊത്തത്തിൽ സെക്യൂരിറ്റി ഗാർഡ്. കൈയൊന്നും വെച്ച് പൊള്ളിക്കല്ലേട്ടാ, കത്തിയൊക്കെ ഉണ്ട്, സൂക്ഷിച്ച് കണ്ടൊക്കെ ചെയ്യുക. ഓക്കെ, അല്ലെ അമ്മാമ്മ എന്നെ അവിടെ ചെല്ലുമ്പോൾ അറിയും, അവർ കൊടുവലെടുത്ത് കീറും. എനിക്ക് വയ്യ. അപ്പോൾ ഓക്കെ, സൂക്ഷിച്ച് കണ്ടൊക്കെ ചെയ്യുക. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. വീഡിയോ നിർത്താൻ പോകുന്നത് ടാറ്റ കൊടുക്കുന്നത് ഡിപ്രഷൻ. സോറി, ഞാൻ എല്ലാം പറഞ്ഞിട്ട് ഞാൻ പോവാതെ. ഓക്കെ ബൈ. നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തത്. പ്ലേ ദ മ്യൂസിക്. കം ഓൺ. എന്തരാ ഉണ്ടാക്കുന്ന ഫസ്റ്റ്? ചായയുടെ കൂടെ കഴിക്കാൻ സ്നാക്ക്. ഓ ഓക്കെ ഓക്കെ. നമ്മൾ ഫസ്റ്റ് ഉണ്ടാക്കുന്നത് സ്നാക്കാണ് കേട്ടോ. സൗണ്ട് കുറയ്ക്കല്ലേ? സോറി. സ്നാക്കാ ഉണ്ടാക്കുന്ന. പാല് ഇറക്കണം. പാല് ഫസ്റ്റ് ഇതിനകത്ത് പാലൊഴിക്കണം. പാലെടുക്കടി. പാല് അത് തന്നെ കറക്റ്റ്. പൊട്ടിക്ക്. ഒരു ഗ്ലാസ്, ഒരു കപ്പ് ഗ്ലാസ്, ഒരു കപ്പ് ഗ്ലാസാ. ക്വാർട്ടറാ. ഒരു ഗ്ലാസ് പാല്. ആ അവിടെ തന്നെ ഒഴി, കറക്റ്റ് ഒഴി. സ്റ്റോപ്പ്. കറക്റ്റ്. കുടിക്കാനേ ഉള്ളു. കുടിക്കല്ലേ? അതിനകത്ത് ഒഴിച്ചോ. അതെ, ഇവർക്ക് അല്ലാത്ത പോലും ഉണ്ടാക്കാൻ അറിഞ്ഞൂടല്ലേ? ഞാൻ അതുപോലെ ഉണ്ടാക്കാം. ഉമ്മേ ഇങ്ങനെ അടിച്ച് കണ്ണടിക്കാനാ? തിന്നാനാ? തിന്നാതെ ഉണ്ടാക്കുന്നേ ഉള്ളു. അത് തിന്നായി എടി അതെന്തോ നോക്കടി, എന്തോ പറയുന്നടി. അത് നിന്നെ കണ്ണുകൊണ്ടിടല്ലേ? കണ്ണടയ്ക്കാനാ? എന്തൊരു പറയുന്ന മനസ്സിലാവുന്നില്ല. നെയ്യാ? എന്തിനാണ് മനസ്സിലാവുന്നില്ല? സത്യം മനസ്സിലാവുന്നില്ല. കളിക്കുമല്ല, സീരിയസ് ആയിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് നോക്കടി, എന്തോ പറയുന്നത്. ഇവിടെ ഇരിക്കുന്ന എന്തൊരു സാധനം എടുത്ത? ബ്രെഡ് ഇടണോ? പാല് തിളച്ച് പഞ്ചാരക്ക് എന്തിനാണ് പറഞ്ഞ? ഇങ്ങനെ അടിച്ചെന്തിനാ? ഫ്ലേട്ടിക്ക് പഞ്ചാര. എന്റെ അമ്മേ, ഇത് ഞാൻ കൊറേ കഷ്ടപ്പെടും തോന്നുന്നു. എടി പഞ്ചസാര അടുത്തിടണം. 2 സ്പൂൺ ഇടണം. അത് തിളച്ച പാല്. അത് തൊടല്. ഇട്ടോ, കറക്റ്റാ. ഇട്ടോ ഫുൾ ഇട്ടോ. 1 സ്പൂൺ കൂടെ. ഓക്കെ. ഈ കൈ വെച്ച് പിടിക്കല്ലേ? ഇവിടെയാണ് ഇത്. അതിന്റെ പിടിക്കണം. അവിടെ പിടിച്ചോ. ഇളക്കിക്കോ. ഇവക്ക് ചായ ഇടാൻ പോലും അറിയത്തില്ല കേട്ടാ. അവളാണ് ഉണ്ടാക്കുന്ന.
മണക്കണോ? ഏലക്ക. ഏലക്ക പൊടി ഇടണം. ഇട്ടോ? എല്ലാരും ഇട്ടോ? മൊത്തം വേണ്ടേ? കുറച്ച് മതി കേട്ടോ. കുറച്ച്. ആ ശരി, ഇച്ചിരി കൂടെ ഇടാല്ലേ? ഇട്ടോ ഇട്ടോ. ഇനി ഇട്ടോ? മതിയോ? മതി മതി മതി. ഓവറായെന്ന് തോന്നുന്നു. പൊട്ടാസാ? അച്ഛൻ കഥ കളിക്കുന്നത്, കഥകളി. കോൺഫ്ലവറാ? ഓ, അത് പൊടിയെന്ന് പറഞ്ഞപ്പോരേ. അതെടുത്തോ. എത്ര ഇടണം? ഇത് എത്ര ഇടണം? അത് ഫുൾ ഇട്ടോ. ഫുള്ളോ? ഫുൾ. ഒരു പിടി കയ്യിൽ ഒരു പിടി. ആ പോട്ടെ പോട്ടെ. കുറെ ഇട്ടോ. ഇനിയും വേണോ? തോനെ വേണോ? വേണ്ടേ? മതിയാ? നിർത്ത്. നന്നായിട്ട് ഇളക്കാൻ. നന്നായിട്ട് ഇളക്കണം. അത് പാല് പിരിഞ്ഞു വരണം. കയ്യിൽ വെച്ച് ഇളക്ക. ഇത് ഇങ്ങനെ പൂക്കണോ? അത് കൊറേ നേരം കൊണ്ട് പുഷ്പിക്കുന്നതല്ല, എനിക്ക് മനസ്സിലാവുന്നില്ല. അത് കട്ടിയാവുന്നടി. അതെ, ഉടയ്ക്കണം. ഇത് ഇടി ഇങ്ങനെ. ഇടി. കഴിഞ്ഞോ? എന്തോടി? ഇനി ഇതിൽ എന്തേലും ഇടണോ? ഇത് വെന്തോ? ഇല്ല, അത് റെഡി ആയില്ല. ഇനിയും കൊറേ നേരം ഇരിക്കണം. ഇനി എന്തോ ഇടണോ ഇതിനകത്ത്? പറ. എനിക്ക് ഭ്രാന്ത് എടുക്കുന്നില്ല. ഇളക്കണം. അത് കട്ടിയാവുന്നത് ഇങ്ങനെ ഫുള്ള് ഇളക്കണം. നല്ല കണക്ക്. അങ്ങനൊന്നും പറ്റൂല. ഞാൻ എങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന? വടിച്ചെടുക്കാൻ പറഞ്ഞ അവള് തലയിൽ കൂടെ കോരി ഒഴിക്കും. ഇത് വടിച്ചിങ്ങനെ എടുക്കണോ? ഇറ്റിക്കാനാ? ഇറ്റിക്കണം. ഒന്നും വേണ്ട, അതാണ് നല്ലത്. ഇത് വേറെ പാത്രത്തിലാക്കാനായിരിക്കും ചേട്ടാ. മനസ്സിലായില്ല. എന്തോക്കളെ? അത് ശ്രദ്ധിച്ച് കേക്കാൻ. പുറത്തു പോണോ? അച്ഛൻ പറ. പല്ല് തേക്കാനാ? നീ പല്ല് തേച്ചില്ല, നാറ്റെടുക്കുന്നത്. എന്തിന്? കൈ നോക്ക്, ശ്രദ്ധിക്കും. പല്ല് ഒട്ടണം. ഓ, ഇത് നല്ല ഒട്ടണമെന്ന്. അതപ്പോ അറിയത്തില്ലല്ലോ നമുക്ക്. ഒട്ടുന്നുണ്ടേ. നിർത്തി. തീർന്നാ? റെഡിയായാ? ഇത് എടുത്ത് അപ്പുറത്തോട്ട് വെക്കണം. പിടിച്ചോ. ഫ്രണ്ടിലോട്ട്. ഓക്കെ. ഇതെടുത്തിട്ട് അമുക്ക്. അതിന്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം. സെറ്റ്. ഇത് നല്ല ടേസ്റ്റ് ഉണ്ട്. കാണത്തില്ല, ഞാൻ നോക്കണമെന്നാണാ? ഓക്കെ. കൊള്ളാം, സൂപ്പറായിട്ട് ചെയ്താ. ഇതുവരെ എല്ലാം സൂപ്പറാണ്. ഇനി വേണ്ട, ബ്രെഡ് തീർന്ന്. ഇനി എന്തിനാ ചെയ്യാനുള്ള? ഈവനിങ് ചായയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന സ്നാക്ക്. സോറി അച്ഛാ, അത് ഈ പാട്ടിന് സൗണ്ട് ആയതുകൊണ്ട് സൗണ്ട് ഭയങ്കര കൂടി പോണ്. സോറി. ഭയങ്കര സൗണ്ട് ആവുന്നത് കുറയ്ക്കാനല്ലേ? കുറച്ചോളാം. ഓക്കെ. ഇതിനി എന്തിനു ചെയ്യണം? മുട്ട എടുക്കണോടി. ഇപ്പുറത്താ മുട്ട. അത് മുട്ട. ഓരോ മുട്ട വെച്ചിട്. എന്തൊരു അടയിരിക്കാൻ പോണ എല്ലാം കൂടെ എടുത്തോണ്ട് പോയിട്ട്. പൊട്ടിക്കല്ലേന്ന്? പൊട്ടിക്കണ്ടേത്? പിന്നെ പൊട്ടിക്കല്ലേന്ന് പറഞ്ഞ് ഓരോ മുട്ട വെച്ച് പൊട്ടിക്കാൻ. പിന്നെ ഓരോ മുട്ട വിലച്ചാൽ അത് എല്ലാം കൂടെ തലക്കടിച്ചൊഴിക്കുമോ? അത് തന്നെ. പൊട്ടി മുട്ട പൊട്ടിച്ചിട്ടേ ഉണ്ണിക്ക് അകത്തോട്ട് 2 അടി ഉണ്ട്. കറക്റ്റാ. സകല ആംബിയർ എടുത്ത മുട്ടക്കടിക്കുന്ന.
അറുവടിച്ച് തയ്യാറാണ് ഓപ്പണന്റെ കളയെടുത്ത് കളവെളിയ പോക്കിപ്പൊട്ടെ തളയെടുത്ത് അത് അട്ടപ്പൊട്ട അട്ടപ്പൊട്ട അല്ലുകെട്ട് ലാർലെ മതിയോന്ന് ഇളക്കിളക്ക് വെളിയും മച്ചം കട്സഫുള്ള നടയും ഇത് കുറെ നേരം കൊണ്ട് കണ്ണടിക്കുന്നില്ലടത് എന്തിനാണ് ഉപ്പ് പഞ്ചാര പഞ്ചാര ഏലപ്പൊടി ഇതിട് ഇത് പിടിച്ചോ ഏലക്കയുടെ പൊടി ഇട്ട് മൊത്തം ഇട്ടോ ആ ഫുള്ള് തട്ടിക്കോ നീ തട്ടി തട്ടി ഇളക്ക് അതെ നിങ്ങൾ രണ്ടുപേരോടും ചെയ് എനിക്ക് ഒത്തിരി എനർജി എടുക്കുന്നു സംസാരിച്ച് എന്തരാ ബ്രഹ്മസലി ഇത് വെള്ളം ഒഴിച്ച് ചൂടാക്കണം നെയ്യാ ഇത് നെയ്യിൽ ചൂടാക്കണം ഓക്കെ ഇതിനകത്ത് പൊട്ടിച്ചിടണം വേറെ പാത്രത്തിൽ പൊട്ടിച്ച് നെയ്യ് ഒഴിച്ച് ചൂടാക്കണം നമ്മൾ പായസമാണോ ഉണ്ടാക്കുന്ന ചെറുതാക്കണം അതെടുത്തിട്ട് ചെറുതായിട്ട് പൊടിച്ച് അതിനകത്ത് ഇടണം ഒഴിച്ചോ മൊത്തം ഒഴിക്കണോ മതിയാ ഫുള്ള് ഇട്ടോ കുറച്ച് മതി അത്ര വേണ്ട അയ്യോ ഒടിഞ്ഞില്ല അതെ അത് കുനുകുന ഓടിക്കണം കുറച്ച് മതിയോ എല്ലാം വേണോ കുറച്ച് മതി ഓടിച്ചോ നീ ഓടിച്ചോ അങ്ങനെ തന്നെ ഓടിച്ചോ അപ്പോട്ടെ ഇത് നല്ല മൊരിഞ്ഞ് വരണം കേട്ടോ ഇതൊന്നും അച്ഛൻ പറഞ്ഞല്ല ഞാൻ കയ്യിൽ തന്നെ ഇടുന്നതാ എനിക്കറിയാം ഉണ്ടാക്കാൻ അച്ഛന്റെ സ്വർണ്ണമാലയെ കൊണ്ട് സമ്മതിച്ചു നിങ്ങൾ വലിയ പണക്കാരൊക്കെ തന്നെ അത് പൊക്കിയൊന്നും കാണിക്കണ്ടേ നമ്മളെ പാവപ്പെട്ട ആൾക്കാർ ചരടൊക്കെ ഉള്ളതുകൊണ്ട് അവിടെ സ്വർണ്ണം ഊരി എടുക്കാനാ അച്ഛൻ അവക്ക് കണ്ണ് കണ്ടു നമ്മൾ അങ്ങനെ ചെയ്ത് ഒന്നുമില്ല അതാണ് നല്ലത് ഗോൾഡൻ കളർ ആവണം അതാണ് ഗോൾഡ് എന്ന് പറഞ്ഞത് ഓക്കെ എടി ഇതൊരു സ്വർണ്ണ കളർ ആവണം കേട്ടോ അതിന് അവക്കത് കാണത്തില്ലല്ലോ അച്ഛാ നമ്മൾ പറഞ്ഞാലോ എന്റെ അടുത്ത് പറഞ്ഞാടാ സോറി ഗോൾഡൻ കളർ ആയോ എന്തോടെ ഗോൾഡൻ കളർ ആയോ ഉരുളൻകിഴങ്ങാ ഉരുളൻകിഴങ്ങ് ഇടണോ കളർ മാറി ബ്രെഡ് എടുത്തിട്ട് ആ സാധനം തേക്കണം എന്നിട്ട് ഒരു ബ്രെഡ് വെച്ച് അടയ്ക്കണം അപ്പം മുട്ട മുക്കണ്ടേ പിന്നെ ആ ബ്രെഡ് എടുത്തിട്ട് മുട്ടയിൽ മുക്കണം സോറി ആ ഈ ക്രീം എടുത്തോ അവിടെ അകത്ത് പോയില്ല എടുത്തോ കുറച്ചുകൂടെ എടുക്കണം അതിനകത്ത് അപ്പ് ഇനി വട്ടത്തി പരത്തി വട്ടത്തി അത് വട്ടത്തി എടി ഇങ്ങനെ ഹുബക്ക് കണ്ണു കണ്ടുകൂടല്ലേ എടി അതായില്ല കുറച്ചും കൂടെ വേണം ഓക്കെ സെറ്റ് ഒരു ബ്രെഡ് എടുത്ത് അടക്കിൻ്റെ വേണ്ടേ യെസ് ഇതുവരെ എല്ലാം സൂപ്പറായി ബ്രെഡിന്റെ ഇതെടുത്തിട്ട് ആ മുട്ടക്കകത്ത് അപ്പണം ഇങ്ങനെ കമത്തി ഇങ്ങനെ അടി അതിന് നടുക്കിരിക്കണ ഊരി പോവല്ലേ മുക്കി എടുക്കണം കുറച്ചുകൂടെ മുക്ക് ഇനി എടുത്തോ യെസ് അവിടെ വെക്ക് അതവിടെ വെക്കടി അല്ല അത് ഈ ചട്ടിക്കകത്തിട് അവിടെ അല്ല ഇപ്പുറത്ത് അതിനകത്തിട്ടോ അവിടെ ഇവിടെ എടി ഇതിനകത്ത് ഇട്ടോ അവിടെ അതിനകത്ത് പൈവെള്ളം എടി ഇടടി നീ ഇട്ടോ കറക്റ്റാ അതൊന്നും അവളോട് പറ്റൂല പെർഫെക്റ്റ് ഇനി അതുപോലെ അതിനകത്ത് ഇട്ടോ അയ്യോ കുഴപ്പമില്ല ഓക്കെയാണ് ഇനി എന്തിനാണെന്ന് അറിയാമോ ഇതിങ്ങനെ ഇതിന്റെ മണ്ടയിലൊക്കെ ഒട്ടിപ്പിടിച്ചിരിക്കണം മണ്ടയിലോട്ട് വാരിയിടല്ല തീർന്നാ ഇതെന്തൊരു സ്നാക്ക് ഇത് എവിടുന്നിട്ട് റെസിപ്പി പുല്ല് ഇത്ര കഷ്ടപ്പെട്ടൊക്കെ വേസ്റ്റ് കൊണാക്രി ഐറ്റം ഉണ്ടാക്കി നെയ്യ് ഒഴിക്കാം കുറച്ച് പോട്ട് ഒഴിച്ചോ അല്ല വീണില്ല കുറച്ചുകൂടാ മതി ഓക്കെ
ഇവക്ക് കണ്ണ് കാണാതെ കുക്ക് ചെയ്യാൻ അറിയാം കേട്ടാ. ഓരോന്നോരോന്നായിട്ട് മുറിച്ചെടുത്താൽ മതി. മതി. എന്തോ തിന്നുന്നു നിനക്കണോ? ഭയങ്കര മധുരമല്ലേ? നീയാണോ ഉണ്ടാക്കിയത്? സൂപ്പർ സൂപ്പർ അല്ലേ? ഇവള് പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാവുന്നല്ലോ. ആ ഇത് തിരിച്ചിടേ. നീ തിരിച്ചിടാറായില്ല. ഇളക്കിക്കോ. കുത്തി ഇളക്ക്. കമത്തിയിട്. പരത്തിയടി. കേറ്റ് കേറിയില്ല. ആ ആ യെസ്. തൊലിഞ്ഞു പോയി അത്. അത് നേരെ ആയില്ല. ആ ആ ഓക്കെ ഓക്കെ. കുറച്ചുകൂടെ സെന്ററിലോട്ട് വരാനുണ്ട്. സെന്റർ അത് അടുപ്പി പിടിക്കല്ലേ. സെന്റർ ഓക്കെ ഓക്കെ സെറ്റ്. ഓ പോയി അത് പോയി. ആ കേറ്റ്. അവിടെ അല്ല ഇപ്പുറത്ത്. ചൂട് ചൂട്. ആ അത് കൊള്ളായിരുന്നു. ഞാൻ വിചാരിച്ചേ ഇവളെടുത്ത് എറിയാൻ പോകുന്നത്. ഒന്നും മനസ്സിലാവുന്നില്ല. തല വീണായിരുന്ന ഇവക്കടാ. അച്ഛന്റെ തല വീണമായിരുന്നാ. അടുത്തരാവട്ടെ. എന്തോ ഗ്യാസ് ഓഫ് ചെയ്യാനാ? ഓഫാക്കി. ഗ്യാസ് കമത്തിയിടാനാ? ഓഫാക്കാൻ. ഗ്യാസ് ഓഫാക്കാൻ. എന്ത് കഴിയും? ഓക്കെ സെറ്റ് സെറ്റ്. അയ്യോ. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മുടെ സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. ഇപ്പൊ വീടല്ലേ അങ്ങോട്ട് കളിക്കൂ. ആ ഓക്കെ സെറ്റ്. ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അയ്യോ എനിക്ക് ഒത്തിരി സൗണ്ട് എടുത്തെന്ന് തോന്നി. ഞാൻ തൊണ്ട അടഞ്ഞിരിക്കണ പോലെ തോന്നുന്നു. കണ്ടോ ഇത് ഞാൻ ഉണ്ടാക്കിയത്? ഇവിടെ ഉണ്ടാക്കിയതാട്ടോ. ശരിക്കും ഇവിടെ ഉണ്ടാക്കി കേട്ടോ. ഇവക്ക് കണ്ണ് കാണാതെ ഉണ്ടാക്കാനുള്ള കഴിവുണ്ട്. കണ്ണ് തുറന്ന് ഇവക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. പക്ഷെ ഞാൻ കറക്റ്റ് പറഞ്ഞു കൊടുത്തില്ലേ? അച്ഛനെ എന്തിനാ പറയുന്നത് ഒന്നും മനസ്സിലാവുന്നില്ല. അച്ഛൻ ഇങ്ങനെ പറയണെന്ന് നോക്കാനാണ്. നമ്മൾ ഇങ്ങനെ കണ്ണടച്ചാൽ എത്ര പറയുന്നത്? പഞ്ചാര അടിക്കാൻ പറ്റി പറയുന്നത്. അച്ഛന്റെ ലോജിക്ക് വെച്ച് അങ്ങനെയൊക്കെയാണ് പറയുന്നത്. എനിക്കതൊക്കെ മനസ്സിലാവട്ടെ. ഞാൻ ഇങ്ങനെ കുറെ വെച്ച് കെട്ടിയേക്ക പഞ്ചാര അടിക്കാൻ ഇങ്ങനെ കാണിക്കാം. എന്താണ് പഞ്ചാര നീ എന്ന് കണ്ടു വാ ഒത്തിത്തരാ. നീ എന്താ പറയുന്നത്? അങ്ങനൊന്നും എനിക്ക് മനസ്സിലായില്ല. എന്തായാലും നമ്മള് ഉണ്ടാക്കി കേട്ടോ. കുറച്ച് പാട് വിട്ട് ചൂടടിച്ചോ. കഴിച്ചോ? മധുരമൊക്കെ കാണും കേട്ടോ. നല്ല മധുരമുണ്ട്. ടേസ്റ്റ് ഉണ്ടോ? ഞാൻ കഴിച്ചു പോട്ട്. അനു എനിക്ക് ആദ്യമായിട്ടാണ് ഒരു ഫുഡ് ഉണ്ടാക്കി തരുന്ന. അത് കണ്ണു കാണാതെ. താങ്ക് യു സോ മച്ച്. കൊള്ളാം കേട്ടോ. കണ്ണു കാണാതെ ഉണ്ടാക്കി അത്യാവശ്യം തരണത്. നല്ല രസമുണ്ടല്ലോ. ഇത് കളയാതെ സൂക്ഷിച്ച് കഴിക്കണം കേട്ടോ. കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയത് എന്റെ വിയർപ്പായത്. സൂപ്പർ അല്ലേ? നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇങ്ങോട്ട് അച്ഛൻ കോക്കറിയൊക്കെ കാണിക്കുന്നത് എന്തൊക്കെയാണ് എനിക്ക് മനസ്സിലായില്ല. എന്തായാലും കൊള്ളായിരുന്നു കേട്ടോ. രസം ഉണ്ടായിരുന്നു. പക്ഷെ ചെറിയ സംഭവം ആയിരുന്നെങ്കിലും ഒത്തിരി സമയം എടുത്തില്ലേ നമ്മൾ കുക്ക് ചെയ്യാൻ? അല്ലാതെ എന്തൊരു നല്ല സൂപ്പറായിട്ടാ ഞാൻ പറഞ്ഞു തന്നാ. എന്ത് ഞാൻ ആക്ടിങ് കാണിച്ചത് കറക്റ്റ്. ആക്ടിങ് അല്ല കോക്കറി. ഒപ്പിച്ചെടുത്താ ഒപ്പിച്ച് നീ പറ. ഇപ്രാവശ്യം ഔട്ട്ര അനു പറയും കേട്ടോ. നീ പറഞ്ഞോ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അടിച്ചു പൊട്ടിക്കും. അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ.